മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കുടുംബസമേതം ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 138 സങ്കീർത്തനം 2 തിരുവചനം. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങൾ അതെത്ര ഉന്നതമാണ് ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മെ ഇങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ്. എന്തുമാത്രം വാഗ്ദാനങ്ങളാണ് തൻ്റെ വചനത്തിലൂടെ ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളാരും അസ്വസ്ഥരാകരുത്. നമ്മളിങ്ങനെ ആശങ്കപ്പെട്ടും നിരാശിതരുമായി നമ്മുടെ ജീവിതത്തെ നരകതുല്യമാക്കരുത്. ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളാൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും, നമ്മൾ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, ഓരോ വ്യക്തിക്ക് ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതെന്ത് തന്നെ ആവട്ടെ, കുടുംബപരമായ, സാമ്പത്തികപരമായ, ശാരീരികമായ, മാനസികമായ, ആത്മീയമായ, മക്കളെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് വിവിധങ്ങളായ ആശങ്കകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച്, നമ്മുടെ മധ്യ കർത്താവുണ്ട്, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലേ, പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ശാലോം ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ റൂഹായെ വരണമേ, ദൈവത്തിന്റെ റൂഹായെ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ സുഖപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ സുഖപ്പെടുത്തണമേ. ഭാരങ്ങൾ മാറ്റണമേ, ഭാരങ്ങൾ മാറ്റണമേ. പ്രത്യാശ നൽകണമേ, പ്രത്യാശ നൽകണമേ. ആനന്ദം നൽകണമേ, ആനന്ദം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ജനലക്ഷങ്ങളിൽ നിറയണമേ, ജനലക്ഷങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ, പരിശുദ്ധാത്മ ശക്തി നിരന്തരം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ, പരിശുദ്ധാത്മാവിനെ എപ്പോഴും എവിടെയും പൂർണ്ണമായും ആശ്രയിക്കുവാൻ കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും ഉണർവോടെ പാടി പാടി ഈശോയെ ആരാധിക്കുകയാണ്. ആമേൻ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഓരോ വ്യക്തിയും നമ്മുടെ ഭവനങ്ങളിലേക്ക് പെയ്തിറങ്ങണം, സമൂഹങ്ങളിലേക്ക് പെയ്തിറങ്ങണം. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. കൃപയുടെ പെരുമഴ പെയ്യട്ടെ, വചന പെരുമഴ പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ
മഴയായി പെയ്യട്ടെ. ആമേൻ, ആമേൻ. ആത്മാവിൻ Glory, glory കർത്താവേ. Yes, Lord. മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നെങ്കിൽ ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പാടിക്കേ. കർത്താവേ പകരുക, പകരുക, കർത്താവേ പകരുക, ആയിരങ്ങളിലേക്ക് പകരുക. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ജനലക്ഷങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ദേശങ്ങളിൽ, സഭ മുഴുവനിലും പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ പെയ്തിറങ്ങുക. കൃപയായി, വചനമായി, ശക്തിയായി, അഭിഷേകമായി പെയ്തിറങ്ങുക. വീശട്ടെ, കാറ്റായി വീശട്ടെ. നദിയായി ഒഴുകട്ടെ. ജനകോടികളിലേക്ക് നദിയായി ഒഴുകട്ടെ. തീയായി കത്തട്ടെ. ലോകം മുഴുവനിലും, തീയായി കത്തട്ടെ. എല്ലാ ജനപദങ്ങളിലും കാറ്റായി വീശട്ടെ. റുഹായേ, റുഹായേ, റുഹായേ. ഇരക്കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ഇടിമുഴക്കത്തിന്റെ ശക്തിയുടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. ദൈവത്തിന്റെ റുഹായേ, 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 റുഹായേ. കർത്താവിന്റെ കാറ്റ് വീശുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഓരോ വ്യക്തിയിലും, ഭവനത്തിലും, തലമുറയിലും, സമൂഹത്തിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, സഭ മുഴുവനിലും കർത്താവേ കൃപ നിറയട്ടെ. അഭിഷേകം ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പിന്മഴ പെയ്തിറങ്ങട്ടെ. അഭിഷേകമഴ പെയ്യട്ടെ. വചന പെരുമഴ പെയ്യട്ടെ. ആദിമ സഭയിൽ വെളിപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവേ ഈ കാലഘട്ടത്തിൽ സഭയിൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കെട്ടുകളെ പൊട്ടിക്കുന്ന, മുഖങ്ങളെ ഒടിക്കുന്ന, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകമായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കുക. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ കുടുംബമായി പ്രാർത്ഥനാപൂർവമായിരിക്കുക. അനേകം ആയിരങ്ങളാണ് ശാലോം ടെലിവിഷനിലൂടെ നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള വചന ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ വിധത്തിലുള്ള കർത്താവിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, നമ്മുടെ മുൻഗണന എന്തിനാണ്, നമ്മുടെ പ്രയോറിറ്റി, മുൻഗണന എന്തിനാണ്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നാം നമ്മോട് തന്നെ ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യമാണിത്. നമ്മുടെ മുൻഗണന ഇന്ന് എന്തിനു വേണ്ടിയാണ്, ഏതിനു വേണ്ടിയാണ്? കർത്താവ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം, നമ്മുടെ സമ്പത്ത്, ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ, സാധ്യതകൾ, അവസരങ്ങൾ, എല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രധാനമായും ചെലവഴിക്കുന്നത്, പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ പരിശോധിക്കണം. പരിശുദ്ധാത്മാവ് ഈ ചോദ്യം നമ്മോടാണിന്ന് ചോദിക്കുന്നത്, തൻ്റെ സഭയോടാണ് ചോദിക്കുന്നത്. നമ്മുടെ മുൻഗണന എന്തിനാണ് നമ്മൾ
പ്രയോറിറ്റി നൽകുന്നത്. ഇന്ന് പലരും പറയാറുണ്ട്, വേണ്ട വിധം ആത്മശക്തി നമുക്കിന്ന് ഇല്ലാതെ പോകുന്നു. സഭയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മന്ദീഭവിക്കുന്നു. വൈദിക സമൂഹങ്ങളിലും സമർപ്പിത സന്യസ്ത സമൂഹങ്ങളിലും ആത്മായ പ്രേക്ഷിത കൂട്ടായ്മകളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇന്ന് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചിലരുടെ ചിന്തകളും അഭിപ്രായങ്ങളുമാണ്. എന്നാൽ ഒരു കാര്യം കൃത്യമാണ്, വേണ്ട വിധം നമ്മൾ ഇന്ന് ആത്മശക്തി ഇല്ലാത്തവരായി മാറുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രകടമായി വെളിപ്പെടുവാനും പ്രവർത്തിക്കാനും കഴിയാതെ പോകുന്ന പല സാഹചര്യങ്ങളിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും നമ്മുടെ സമൂഹങ്ങളിലും സഭാ കൂട്ടായ്മകളിലുമുണ്ട്. ഇത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. എൻ്റെ സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ മുൻഗണന, നമ്മുടെ സുപ്രീം പ്രയോറിറ്റി കർത്താവാണ്. കർത്താവ് എന്താ നമ്മോട് പറഞ്ഞിരിക്കുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? എത്രയോ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്ന വചനമാണിത്. കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന യൂണിവേഴ്സൽ മിഷൻ, സാർവത്രികമായ ദൗത്യം എന്ന് പറയുന്നത് പ്രീച്ച് ദ ഗോസ്പൽ. നിങ്ങൾ ലോകമെങ്ങും പോയി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും എല്ലാ ജനപദങ്ങളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. നമ്മുടെ മുൻഗണന, സഭയുടെ മുൻഗണന, സഭ മക്കളായി എൻ്റെയും നിങ്ങളുടെയും മുൻഗണന എന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയായിരിക്കണം. ആത്മാക്കളുടെ രക്ഷ. കർത്താവ് ഈ ഭൂമിയിൽ സഭയെ നിർത്തിയിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ ലോകത്തെ ജനപദങ്ങളെ കർത്താവ് യേശുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാനാണ് സഭയ്ക്ക് കുദാശകളും വചനവും പരിശുദ്ധാത്മ കൃപാവരങ്ങളൊക്കെ ധാരാളമായി കർത്താവ് തന്നിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ തകർച്ചയ്ക്കും തളർച്ചയ്ക്കും ക്ഷയാത്മകമായിട്ടുള്ള പല അപജയങ്ങൾക്കുമുള്ള ഒരു അടിസ്ഥാന കാരണം നമ്മുടെ പ്രയോറിറ്റികൾ മാറിപ്പോകുന്നു, നമ്മുടെ മുൻഗണനകൾ മാറിപ്പോകുന്നു, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ മറ്റു പലതിലേക്കും വ്യതിചലിച്ചു പോകുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ മാറുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. കർത്താവ് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളുടെ മുൻഗണന? ഞാൻ നിങ്ങളെ ബലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടിയാണോ? ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂണിവേഴ്സൽ മിഷൻ അത് ആത്മാക്കളുടെ രക്ഷയാണ്. എൻ്റെ സുവിശേഷം പ്രഘോഷിച്ച് ഓരാത്മാവിനെയും എൻ്റെ രക്ഷയിലേക്ക് നയിക്കണം. ഇതാണ് നമ്മുടെ പ്രയോറിറ്റി. എൻ്റെ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 24:49 എന്താ പറഞ്ഞത്? നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ വസിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷം നിങ്ങൾ ലോകമെങ്ങും പ്രഘോഷിക്കണം. ലോകത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം. ഇത് കർത്താവിൻ്റെ മനസ്സാണ്. ഈ പ്രയോറിറ്റി എപ്പോൾ നമ്മിൽ നിന്ന് മാറിപ്പോകുന്നുവോ അവിടെ നമ്മുടെ തകർച്ചയും നാശവും ആരംഭിക്കുകയാണ്. കർത്താവ് ഇന്ന് വിലപിക്കുകയാണ്. തൻ്റെ ജനത്തെ നോക്കി, തൻ്റെ വന്യ വൈദികരെ നോക്കി, തൻ്റെ സമർപ്പിത സന്യസ്തരെ നോക്കി, താൻ വിളിച്ച് അഭിഷേകം ചെയ്ത തൻ്റെ ആത്മായ പ്രേക്ഷിതരെ നോക്കി കർത്താവ് ഇന്ന് നിലവിളിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജെറുസലേമിനെ നോക്കി കരഞ്ഞതുപോലെ കർത്താവ് ഹൃദയം നൊന്ത് കരയുക. തൻ്റെ ജനത്തിന് ദുരവസ്ഥ കണ്ട് തൻ്റെ ജനം ഇന്ന് തന്നെ മറന്ന് അവിടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും മറ്റു പലതിലേക്ക് വ്യതിചലിച്ചു പോയതിനെ ഓർത്ത് കർത്താവ്
ഇന്ന് ഒരുപാട് വേദനിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സ് കാണുവാൻ നമുക്ക് കഴിയണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-21 വചനങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറഞ്ഞു, അവിടെ മേൽ നിശ്വസിക്കുകയാണ്. റിസീവ് ദ ഹോളി സ്പിരിറ്റ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് എന്താ കർത്താവോട് പറഞ്ഞത്? എൻ്റെ പിതാവിൻ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്, എൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി, ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി, എൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ, എൻ്റെ രാജ്യത്തിനെ വിസ്തൃതമാക്കുവാൻ, സ്വർഗത്തെ സമ്പന്നമാക്കുവാൻ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. കർത്താവ് കമ്മീഷൻ ചെയ്ത്, കർത്താവ് നിയോഗിച്ച് തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഇൻട്രസ്റ്റ് ഇന്ന് എന്തിനാണ്? നമ്മോട് ചോദിക്കുക. ഈ വചനം ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുമ്പോൾ, പങ്കുവെക്കുമ്പോഴും ഞാൻ എന്നോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? സന്തോഷേ, നിന്റെ താല്പര്യം എന്തിലാണ്? നിന്റെ ഹൃദയം എന്തിലാണ്? നിന്റെ മുൻഗണന എന്തിനു വേണ്ടിയാണ്? ഞാൻ എന്നോട് നിരന്തരം ദിനംതോറും ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ ഏറെയാണ് സഹോദരങ്ങളെ. പൗലോസ് പറയുന്നില്ലേ, കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11:3, സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ ഇന്ന് ഒരു ഡിസീവിങ് സ്പിരിറ്റ് ലോകം മുഴുവൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സഭയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വഞ്ചനയുടെ, ചതിയുടെ ആത്മാവ്. അത് ചതി, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ മുൻഗണനകൾ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമ്മൾ വളരെ ആശങ്കയോടെ കാണണം സഹോദരങ്ങളെ. ഒന്ന്, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, നമ്മുടെ മുൻഗണന അതിനാണ്. എൻ്റെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷ. ഞാൻ നിങ്ങളോട് ഈ വചനമൊക്കെ പങ്കുവെച്ചിട്ട് എൻ്റെ നിത്യത നരകത്തിലാണെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, നിന്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നിനക്ക് നല്ല അവബോധമുണ്ടാകണം. നിന്റെ ഇൻട്രസ്റ്റ് അതിലായിരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഒന്ന്, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 2:12, പൂർവാധികം ഭയത്തോടും പുറയിലോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവീൻ. ഹല്ലേലൂയ. നമ്മൾ ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മറന്നു പോകരുത് നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷ. ഇന്ന് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താ? നമ്മുടെ ആത്മസ്ഥിതി എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താ? ചിന്തിക്കാറുണ്ടോ? പരിശോധിക്കാറുണ്ടോ? ഷുഗർ പരിശോധിക്കുന്നു, കൊളസ്ട്രോൾ പരിശോധിക്കുന്നു, പ്രഷർ പരിശോധിക്കുന്നു, തൈറോയ്ഡ് പരിശോധിക്കുന്നു, മറ്റു പല പരിശോധനകളും ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, അത് ചെയ്തിരിക്കണം. എന്നാൽ നമ്മുടെ ആത്മസ്ഥിതി പരിശോധിക്കാറുണ്ടോ സഹോദരങ്ങളെ? ചങ്ക് പൊട്ടി കർത്താവ് ചോദിക്കുക, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ മുൻഗണന ഇന്ന് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഈ ലോകത്തിലെ നേട്ടങ്ങൾ, സാമ്പത്തികമായ നേട്ടം, ജോലിപരമായ നേട്ടം, ബിസിനസ് പരമായ നേട്ടം, വിദ്യാഭ്യാസപരമായ നേട്ടം, ഇങ്ങനെ നേട്ടങ്ങൾക്ക്, ഈ ലോകത്തിൻ്റെ ഉന്നമനങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാലുവെന്ന നായെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹോദരൻ, ഇതൊക്കെ നമുക്ക് വേണം. എന്നാൽ മറന്നു പോകരുത്, വ്യതിചലിക്കരുത്, താല്പര്യങ്ങൾ മാറരുത്, പ്രയോറിറ്റി നീങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മ പറയുകയാണ്, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഈശോ വിറയിലോടും ഭയത്തോടും കൂടെ നമ്മൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. കർത്താവ് പറഞ്ഞില്ലേ മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ? എന്താ കർത്താവ് പറഞ്ഞത്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവന് എന്ത് പ്രയോജനം? സഹോദരങ്ങളെ, ചങ്കിലേക്ക് തുളച്ച് കയറേണ്ട വചനമാണിത്. ലോകം മുഴുവൻ നേടിയാൽ, നമുക്കറിയാം അലക്സാണ്ടർ, എന്താ നെപ്പോളിയൻ, ലോകത്തിൽ അനേക നേതാക്കളെ കാണാം. ലോകം വെട്ടിപ്പിടിക്കാൻ നടന്നവരെ പൊളിറ്റിക്കൽ പവർ കൊണ്ടും ബ്രെയിൻ പവർ കൊണ്ടും സൈനിക ശക്തി കൊണ്ടും മസിൽ പവർ കൊണ്ടൊക്കെ ഈ ലോകത്തെ നേടുവാൻ, ഈ ലോകത്തെ
സ്വന്തമാക്കാൻ ജീവിതം അതിനുവേണ്ടി ഉപയോഗിച്ചവരെ. പക്ഷെ എന്താ അവർക്കൊക്കെ ഉണ്ടായത്? എല്ലാം തീർന്നില്ലേ? ഈ ലോകം മുഴുവൻ നേടുവാൻ ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിക്കും കഴിഞ്ഞിട്ടില്ല, ഒരു സാമ്രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ നേടിയാൽ പോലും ആ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഈ നേടിയത് മുഴുവൻ ഒരു മുട്ടുസൂചി വരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? സാധ്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ പ്രിയോറിറ്റി ആത്മാവിൻ്റെ രക്ഷ. മനസ്സിലാക്കണം. 2, മറ്റുള്ളവരുടെ ആത്മരക്ഷ. ഇത് 2 നമ്മൾ ഹൃദയമുറപ്പിക്കണം. 1 നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷ, 2 മറ്റുള്ളവരുടെ ആത്മരക്ഷ. അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പൗലോസ്ലീഹയാണ്. എനിക്ക് പൗലോസ്ലീഹ ഒത്തിരി ഇഷ്ടമാണ്. കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി തീയായി മാറിയ ഒരു ജീവിതം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മൾ പൗലോസിന്റെ ജീവിതം നോക്കിക്കേ. തൻ്റെ ജീവിതം മുഴുവൻ ഒരു ബലിയായി കൊടുക്കുക. അങ്ങനെ ഒത്തിരി വിശുദ്ധരും രക്തസാക്ഷികളൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രത്യേകം പൗലോസിനെ ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പൗലോസിനെ കാണാൻ കഴിയുന്നത്? കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 27-ാം വചനത്തിൽ സെന്റ് പോൾ പറയാണ്, മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച അനേകർ ഞാൻ സുവിശേഷം അറിയിച്ചു. എന്നാൽ കർത്താവിൻ്റെ സന്നിധി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. തൻ്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ആ ബോധ്യം കണ്ടു. എന്തുമാത്രം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയവനാണ്. തൻ്റെ ജീവിതവും തൻ്റെ എല്ലാം സുവിശേഷത്തിന് വേണ്ടി ചെലവാക്കിയവൻ, അസംഖ്യാത്മാക്കളെ ഈശോയ്ക്ക് നേടിയവൻ, അനേകം സ്ഥലസഭകൾ സ്ഥാപിച്ചവൻ, കർത്താവിൻ്റെ രാജ്യ വിസ്തൃതിക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി ചത്ത് ചീഞ്ഞ് അധ്വാനിച്ചവൻ. അവനാണ് ഈ പറയുന്നത്, എന്ത്? ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, ഞാൻ തള്ളപ്പെടാതിരിക്കാൻ, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ, കർത്താവേ അങ്ങയുടെ സന്നിധി ഞാൻ നിൽക്കുമ്പോൾ പൗലോസേ ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് കർത്താവ് പറയാതിരിക്കാൻ. നിങ്ങൾ ഇത്രയും വിശുദ്ധിയോടെ കൃപയോടെ ജീവിച്ച അപ്പോസ്തലനായ പൗലോസാണിത് പങ്കുവെക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താ? നമ്മളിങ്ങനെ നമുക്കിതൊന്നൊരു വിഷയമേ അല്ല. നമുക്കിതൊന്നൊരു വിഷയം. നമ്മുടെ ധാരണ കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവ് സ്നേഹമുള്ളവനും കരുണാമയനും വിശ്വസ്തനുമാണ്. കർത്താവ് നമ്മളെ അവൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കും. ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അത് തെറ്റിദ്ധാരണയാണ്. കർത്താവിൻ്റെ വചനത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നില്ലെങ്കിൽ, കർത്താവിന് യോഗ്യമാമിതം നമ്മുടെ ജീവിതങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ, നിത്യതയിൽ ഞാനും നിങ്ങളും വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് മറന്നുപോകരുത്. നമ്മൾ മറക്കരുത്. ഇവിടെ എന്താ പൗലോസിലേക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്? ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ, എൻ്റെ ശരീരത്തെ, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഇച്ഛകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ മോഹങ്ങൾ, ഞാൻ ഇതിനെയെല്ലാം പരിശുദ്ധാത്മാവിൽ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ മുൻഗണന എന്തിനു വേണ്ടിയാ? ഒന്ന്, അവൻ്റെ പൗലോസ്ലീഹായുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും, 2 മറ്റുള്ള ആത്മരക്ഷയാണ്. അതുകൊണ്ട് പൗലോസ് റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നത് എന്താ? പൗലോസ്ലീഹ പറയുന്നത്, സകല മനുഷ്യരോടും, അപരിഷ്കൃതരോടും, ഗ്രീക്കുകാരോടും, വിജ്ഞാനികളോടും, അജ്ഞന്മാരോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. പൗലോസ്ലീഹായുടെ ആഗ്രഹം എന്തായിരുന്നു? ഈ ലോകത്തിൻ്റെ പദവികളല്ല, ഈ ലോകത്തിൻ്റെ നിറങ്ങളല്ല, ഈ ലോകത്തിൽ എങ്ങനെ സമ്പന്നനാകാം, എങ്ങനെ ഇവിടെ മോടിയായി ജീവിക്കാം, ഇവിടെ എങ്ങനെ സുന്ദരമായി അല്ലിലും അലച്ചിലുമില്ലാതെ, സഹനങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകാം. അല്ല സഹോദരങ്ങളെ, എങ്ങനെ ആത്മാക്കളെ രക്ഷിക്കാം, എങ്ങനെ കർത്താവിൻ്റെ രക്ഷയിലേക്ക് അസംഖ്യ ആത്മാക്കളെ കൊണ്ടുവരാം, ഈ ലോകത്തെ എങ്ങനെ യേശുവിനായി സ്വാധീനിക്കാം,
ഈ തലമുറ എങ്ങനെ സുവിശേഷത്തിനായി അവർ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇതായിരുന്നു പൗലോസിൻ്റെ ആഗ്രഹം. ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ പലരുടെ ആഗ്രഹം എന്താ സഹോദരങ്ങളെ? ലോകസുഖങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് എൻജോയ് ചെയ്യുക, അത് ആഘോഷിക്കുക. അതിനാവശ്യമായ ഫ്രണ്ട്ഷിപ്പുകൾ, അതിനാവശ്യമായ ആഹാരം, അതിനാവശ്യമായ എൻജോയ്മെന്റ്സിന് ആവശ്യമായ മറ്റു പലതും നമ്മൾ അവിടെ കർത്താവിൻ്റെ വചനത്തിനോ കർത്താവ് നൽകിയ വിളിയോ തെരഞ്ഞെടുപ്പോ ഒന്നും നമുക്ക് വിഷയമേ അല്ല. നമ്മുടെ പ്രയോറിറ്റി മാറി, നമ്മുടെ ഇൻട്രസ്റ്റുകൾ മാറി. ഇതല്ലേ ഇന്ന് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം, നമ്മുടെ അപജയത്തിന് കാരണം. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ കണ്ണ് പ്രകാശിക്കേണ്ട സമയമാണിത്. ദൈവത്തിൻ്റെ റൂഹ തൻ്റെ ജനമായ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യേണ്ട സമയമായി. ഹല്ലേലൂയ. നമ്മുടെ മുൻഗണന നമ്മൾ വീണ്ടും അത് റീസെറ്റ് ചെയ്യണം. കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് അതിനെ തിരികെ കൊണ്ടുവരണമെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഇല്ലാതെ നമ്മളിലേക്ക് ഈ പവർ വ്യാപരിക്കില്ല, സ്വർഗത്തിന് കൃപകൾ ഒഴുകപ്പെടുകയില്ല, നമ്മുടെ ഭവനങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങുകയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകുകയില്ല, സഭയിൽ ആത്മാവിൻ്റെ തീ കത്തുകയില്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗണന ഇന്ന് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന പൗലോസ് പറയാ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് കൊരിന്ത്യർക്കാർക്ക് 1 ലേഖനം 9:16 എന്താ പൗലോസിനെ പറയുന്നത്? സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹങ്കാരത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. എത്ര താഴ്മയോടെ പൗലോസിലേക്ക് സാക്ഷ്യപ്പെടുത്തുക, അതെൻ്റെ കടമയാണ്. ഞാൻ അതിന് കടപ്പെട്ടവനാണ്, ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ്. എൻ്റെ സഹോദരങ്ങളെ, 1 സ്വന്തം ആത്മാവിൻ്റെ രക്ഷ, 2 മറ്റുള്ളവരുടെ ആത്മരക്ഷ. പൗലോസിൻ്റെ മുൻഗണന ഇതിനു വേണ്ടിയാണ്. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് മറ്റുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് പൗലോസിനെ പറഞ്ഞേ, കൊരിന്ത്യർക്കാർക്ക് 1 ലേഖനം 9:23 സുവിശേഷത്തിൽ പങ്കാളിയാകുവാനാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ കടലിൽ ഒഴുകി നടന്നതും, ഞാൻ വടികൾ കൊണ്ട് അടിക്കപ്പെട്ടതും, ഞാൻ കാരാഗൃഹത്തിൽ അനേക പ്രാവശ്യം കിടന്നതും, രാവ് പകലാക്കി ഞാൻ യാത്ര ചെയ്തതും, നഗ്നനായും ചാകരിച്ചും വിശപ്പിലും ദാരിദ്ര്യത്തിലും സഹനത്തിലും കൊടിയ ദുരിതത്തിലും ഞാൻ കർത്താവിന് സാക്ഷ്യം നൽകിയത് എന്തിനു വേണ്ടിയാ? അനേകരെ ഈശോയുടെ രക്ഷയിലേക്ക് നയിക്കാൻ, സുവിശേഷത്തിൽ പങ്കാളിയാകാൻ, അസംഖ്യാത്മാക്കളെ കർത്താവിനായി നേടുവാൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ദർശനം നമ്മളിൽ ഉണ്ടാകട്ടെ. ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ഒരു പ്രയോജനവുമില്ല. ഈ സത്യം മനസ്സിലാക്കി ഒരു ദിവസം ഞാനും നിങ്ങളും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുതേ. ഇതൊരു വെളിപാട് പോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം. ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ കത്തിയാൽ പിന്നെ നമ്മുടെ മുൻഗണന കർത്താവിൻ്റെ മനസ്സായിരിക്കും. അതിൽ അടിസ്ഥാനമിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പാടുന്നില്ലേ, ആ വരികൾ എത്ര മനോഹരമാണ്. ഞാനും അതിലൊരു പങ്കാളി, യേശുവിൻ്റെ പോരാളി. പൗലോസ് പറഞ്ഞു, എനിക്ക് സംഭവിച്ചത് മുഴുവൻ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണം. നമുക്ക് എന്ത് സംഭവിച്ചാലും അതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക്, സഭയുടെ നന്മയ്ക്ക്, സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമാകണം. സഹോദരങ്ങളെ, അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം. ശ്രദ്ധിക്കുക, നമ്മൾ എത്ര പേര് അനുഗ്രഹിച്ചിരിക്കുന്നു. പണമുള്ളവരെ, ആ പണം കൊണ്ട് നിങ്ങൾ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അത് ഉപയോഗിക്കണം. കഴിവുള്ളവർ ആ കഴിവുകൾ സുവിശേഷത്തിന് പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണം. സഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, സഹനത്തിന്റെ തീച്ചുള്ളിൽ കടന്നു പോകുന്ന അസംഖ്യാത്മാക്കളുണ്ട്. നിങ്ങളുടെ സഹനങ്ങൾ സുവിശേഷത്തിന് പുരോഗതിക്ക് നിങ്ങൾ മുഖാന്തിരമാക്കണം. നിശബ്ദമായ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്ക്, സുവിശേഷത്തിന് പുരോഗതിക്ക് നിങ്ങൾ മുഖാന്തിരമാക്കണം. നമ്മുടെ സാധ്യതകൾ, അവസരങ്ങളെല്ലാം നമ്മൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു വിഷൻ,
ഈ ഒരു ദർശനം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ സഭ ശക്തിപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടും, നമ്മുടെ യുവജനങ്ങൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ വചനത്തിന്റെ തീപന്തങ്ങളാകും, നമ്മുടെ ദമ്പതിമാർ കർത്താവിന്റെ ധീര സാക്ഷികളായി തീരും. നമ്മുടെ വന്യവൈദികർ അവർ സുവിശേഷത്തിന് കൊടുങ്കാറ്റുകളായി അവർ പടരാൻ തുടങ്ങും. നമ്മുടെ സമർപ്പിതരും സന്യസ്തരും വചനത്തിന്റെ തീജ്വാലകളായി പ്രകാശിക്കും. നമുക്ക് ആവശ്യം ഇത്തരത്തിലുള്ള റിവൈവലാണ്. ഈ റിവൈവൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി കർത്താവിന്റെ മനസ്സായിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹങ്ങളായിരിക്കണം. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. എല്ലാവരും ഒന്ന് സ്നേഹത്തോടെ ഏറ്റു പറഞ്ഞേ. സുവിശേഷത്തിൽ എന്റെ കർത്താവ് നൽകിയ ദൗത്യത്തിൽ യേശുവിന്റെ പോരാളി, യേശുവിന്റെ പോരാളി. കർത്താവ് നൽകിയ ഈ പ്രവചന ദൂത് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ നമുക്കൊരുങ്ങാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ